ഹലോ ഗൈസ്, അപ്പം നമ്മുടെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. സോ ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ഡാർട്ട് ട്യൂട്ടോറിയലാണ്. സോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് ഫ്ലട്ടർ, എങ്ങനെയായിരിക്കും നമ്മുടെ ചാനൽ പോവുക, അതുപോലെ തന്നെ എന്തൊക്കെ അപ്കമിങ് ക്ലാസ്സസ് ആയിരിക്കും നമുക്ക് വരാം, പിന്നെ അതുപോലെ എന്താണ് ഫ്ലട്ടർ, പിന്നെ അതുപോലെ ആരൊക്കെ ഫ്ലട്ടർ പഠിക്കണം, പിന്നെ എങ്ങനെയാണ് ഫ്ലട്ടർ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്ലട്ടർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഡാർട്ട് ലാംഗ്വേജ് നമുക്ക് മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു സംഗതിയാണ്. നമ്മൾ എന്ത് ഫ്രെയിം വർക്ക് ആണെങ്കിലും അതിൻ്റെ ബാക്കിലൊരു ലാംഗ്വേജ് ഉണ്ടായിരിക്കും. അപ്പോൾ ഫ്ലട്ടറിൻ്റെ ബാക്കിലുള്ള ലാംഗ്വേജാണ് ഡാർട്ട്. ഈ ഡാർട്ട് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണ് ഈ ഫ്രെയിം വർക്ക് ഉണ്ടാക്കിയേക്കുന്നത് തന്നെ. സോ നമുക്ക് ഡാർട്ടിനെ കുറിച്ച് പഠിക്കാം. ഡാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗൂഗിൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളൊരു ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. നമുക്ക് രണ്ട് രീതിക്ക് ഉപയോഗിക്കാം. അതായത് സെർവർ സൈഡിലും യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ഇതുപോലെ മൊബൈൽ ആപ്ലിക്കേഷൻസ്, അതുപോലെ iOS, പിന്നെ IoT, അതായത് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്, അതുപോലെ വെബ്സൈറ്റുകൾ, ഇതിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ആപ്ലിക്കേഷനാണ്. അതായത് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് ഡാർട്ട് എന്ന് പറഞ്ഞാൽ. സോ ഇതാണ് നമുക്ക് ഡാർട്ടിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഡാർട്ടിനെ കുറിച്ചുള്ള വിവരണങ്ങൾ, അതായത് കുറച്ചുകൂടി ഫാസ്റ്ററാണ്, സ്മൂത്തറാണ്, പിന്നെ അതുപോലെ തന്നെ ഈസി ടു ലേൺ ആണ്. ഈസി ടു ലേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ടു ലേൺ ആണ്. അത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു സംഗതിയാണ്. കാരണം മറ്റുള്ള ലാംഗ്വേജസ് വെച്ച് നോക്കുമ്പോൾ ഇത് അത്രയ്ക്കും ബുദ്ധിമുട്ടില്ലാത്തൊരു ലാംഗ്വേജാണ് ഡാർട്ട്. പിന്നെ അതുപോലെ തന്നെ ഫ്ലട്ടറിനെ പവേഡ് ചെയ്യുന്നത് ഡാർട്ട് ലാംഗ്വേജസ് ആണ്, ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ തന്നെ. പിന്നെ അതുപോലെ തന്നെ ഒറ്റ കോഡിൽ തന്നെ നമുക്ക് ഒരുപാട് സ്ഥലത്ത് ഈ സാധനം കൊണ്ടുകൊടുക്കാൻ പറ്റും. അതായത് ഒറ്റ കോഡ് ബേസിൽ തന്നെ ഒരുപാട് സ്ഥലത്ത് ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യുന്ന ഒരു സംഗതിയും കൂടിയാണ് ഈ ഡാർട്ട് എന്ന് പറഞ്ഞാൽ. സോ അതൊക്കെയാണ് നമുക്ക് ഡാർട്ട് സെക്ഷനിലേക്ക് നമുക്ക് പറയാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഡാർട്ട് കോൺസെപ്റ്റ് ഉണ്ട്. അതായത് ഡാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ആണ് ഡാർട്ട്. അതായത് നമുക്ക് ഊപ്സ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ക്ലാസ്സുകൾ, പിന്നെ അതുപോലെ ഇൻഹെറിറ്റൻസ് ഒക്കെ വരുന്നത്, അത് ഞാനിപ്പോൾ പറയുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. നമുക്ക് അതിന് വേണ്ടിയിട്ട് തന്നെ ഒരു വീഡിയോ നമുക്ക് എടുക്കാം. ഈ കോൺസെപ്റ്റുകളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. സോ അതൊക്കെയാണ് ഡാർട്ടിൻ്റെ കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ഊപ്സ് കോൺസെപ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, അതിൽ വേരിയബിൾസ്, ഫങ്ഷൻസ്, കൺട്രോൾ ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സ്, പിന്നെ അതുപോലെ ബൂളിയൻ, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഡാർട്ടിൽ തന്നെ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിൽ കവർ ചെയ്യാൻ പാകത്തിലുള്ള നമുക്ക് ഡാർട്ട് ഇൻസ്റ്റാളേഷനൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ നിലവിൽ ഇപ്പോൾ കുറച്ച് പ്രോഗ്രാമിങ്സ്, അതിപ്പോൾ സ്റ്റാർട്ടിങ്ങിലത്തെ വീഡിയോ അല്ലേ, അത് കാരണം കൊണ്ട് നമ്മൾ വല്ലാണ്ട് കോംപ്ലിക്കേഷനിലേക്ക് നമ്മൾ പോകുന്നില്ല. നമ്മൾ ഒന്നും ഇൻസ്റ്റാൾ ചെയ്യുന്നില്ല. ജസ്റ്റ് ക്രോം എടുക്കുക, ഡാർട്ട് പാഡ് എന്ന് സെർച്ച് ചെയ്യുക, ഡാർട്ട് പാഡ് ഡോട്ട് ഡെവ്, ഇതിനുള്ള നമുക്കൊരു പാനൽ കാണാൻ പറ്റും ഇവിടെ നിങ്ങൾ കാണുന്ന പോലെ തന്നെ. സോ ഇതായിരിക്കും നമ്മുടെ കുറച്ച് നാളത്തേക്ക് നമ്മൾ ഇതിലായിരിക്കും കോഡ് ചെയ്യുക. ഇതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ IDE യൂസ് ചെയ്ത് നമുക്ക് അത് കാരണം ഇൻസ്റ്റാളേഷൻ കുറച്ച് ചടങ്ങാം. അപ്പോൾ അതൊന്ന് കഴിഞ്ഞിട്ട് ഇതൊന്ന് കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് കിടക്കാം. അതാകുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിരിക്കും. കാരണം ഇതിൽ കോംപ്ലിക്കേറ്റഡ് ആകുമ്പോഴാണ് IDEയുടെ യൂസ് നിങ്ങൾക്ക് മനസ്സിലാവും. ഒറ്റയടിക്ക് IDEയിലേക്ക് ചാടി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് IDE എന്തിനാന്ന് നിങ്ങൾ തന്നെ ഇങ്ങോട്ടേക്ക് ചോദിക്കും. അപ്പോൾ അതിനെക്കാട്ടും ഭേദമാണ് ഇതിൽ കുറച്ച് കഷ്ടപ്പെട്ടിട്ട് ഇതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ മനസ്സിലാക്കിയിട്ട് പിന്നെ IDEയിലേക്ക് ചാടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഓ അത് കുറച്ചുകൂടി ഈസി ആയിരുന്നു എന്ന് നമുക്കൊരു പിടുത്തം കിട്ടണമെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇതിന്ന് അതിലേക്ക് പോകണം. പിന്നെ നമ്മുടെ ടോപ്പിക്കിൽ നിന്ന് വഴിമാറിപ്പോയി. സോ നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയത് എവിടെയാണ്? സ്വിച്ച് കേസ്, ലൂപ്സ്, അതുപോലെ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്, പിന്നെ അതുപോലെ ഫങ്ഷൻസ് ഉണ്ട്. സോ പിന്നെ അതുപോലെ കീവേഡ്സ് ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഊപ്സ് കോൺസെപ്റ്റാണ്, ഒബ്ജക്റ്റ് പ്രോഗ്രാമിംഗ് ആണ്. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ചുകൂടി ഡീപ്പായിട്ട് വരാം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഡാർട്ടിൻ്റെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനൊരു ബ്രീഫായിട്ടുള്ളൊരു സ്ട്രക്ചർ പറഞ്ഞുതരാം. അതായത് എന്തൊക്കെയായിരിക്കും ഇനി നമ്മൾ ഇതെന്തൊക്കെയായിരിക്കും നമ്മുടെ പ്ലാനിങ് എന്നുള്ളത് നമുക്ക് പറഞ്ഞുതരാം. സോ നിങ്ങൾക്കത് കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ പിടുത്തം കിട്ടും. സോ നമ്മൾ ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഡാർട്ടിൻ്റെ ഡാറ്റ ടൈപ്സ് വെച്ചിട്ടാണ്. സോ എന്താണ് ഈ ഡാർട്ടിൻ്റെ ഡാറ്റ ടൈപ്സ്, എന്തൊക്കെയാണ് കാര്യങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ബേസിക് ഓഫ് നമ്പേഴ്സ്, അതുപോലെ അതായത് നമ്പേഴ്സ് എന്തൊക്കെയുണ്ട്, പിന്നെ അതുപോലെ അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ നമ്പേഴ്സിനെ കുറിച്ച് പഠിക്കും. പിന്നെ അതുപോലെ സ്ട്രിങ് ടൈപ്പ് നമ്മൾ പഠിക്കും. പിന്നെ അതുപോലെ സെറ്റ് പഠിക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മാപ്പ് ഉണ്ട്, പിന്നെ അതുപോലെ ക്യൂ, പിന്നെ ലിസ്റ്റ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിയും. അതായത് ഡാർട്ടിൻ്റെ ഡാറ്റ ടൈപ്സ് ആയിരിക്കും നമ്മളൊരു വീഡിയോ അതിൽ നമ്മൾ ചിലപ്പോൾ 2